ഹലോ, ഇന്നൊരു ബേബി ഷൂ ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഓവൽ ഷേപ്പിലുള്ള ഒരു ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5.5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും, പിന്നെ അത് ഫോൾഡ് ചെയ്തിടുമ്പോൾ 5.5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും അതിന് വരുന്നുണ്ട്. സെക്കൻഡായിട്ട് ഞാനൊരു സെമി സർക്കിളായിട്ടുള്ള പീസാണ് എടുക്കുന്നത്. ടോട്ടൽ ഒരു 6 സെൻറ്റിമീറ്റർ വീതിയും 3.5 സെൻറ്റിമീറ്റർ നീളവുമാണ് അതിന് വരുന്നത്. നമുക്ക് ഈ ഷൂ ഉണ്ടാക്കാൻ ഏത് ക്ലോത്താണോ ആവശ്യം അത് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ഷേപ്പിലൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പീസാണ്. ഒരു 9 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമുള്ളൊരു ക്ലോത്ത് പീസും കൂടി വേണം. പിന്നീട് ഒരു 4.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു എലാസ്റ്റിക് എടുത്ത് ഈ റെക്റ്റാങ്കുലർ പീസ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് ഇതൊന്ന് തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ അപ്പോൾ ഇതുപോലുള്ള 2 എലാസ്റ്റിക് വെച്ച പീസ് നമുക്ക് വേണം. ഇനി നമ്മൾ സെമി സർക്കിൾ ഷേപ്പിൽ വെട്ടിയ ക്ലോത്തിൻ്റെ മുകളിൽ എലാസ്റ്റിക് വെച്ച പീസും അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ക്യാൻവാസ് ഒട്ടിച്ച് വെച്ച സെമി സർക്കിൾ ആയിട്ടുള്ള പീസും കൂടി വെച്ചൊന്ന് തയ്ച്ചെടുത്താൽ മതി. തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, എലാസ്റ്റിക് വെച്ച ഭാഗം വിട്ടിട്ട് വേണം ബാക്കി ഭാഗമാണ് അടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ 2 സൈഡുമാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി ഈ ബാക്കി വരുന്ന ഭാഗം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് ഈ ബാക്കി വരുന്ന ഭാഗവും കൂടി തയ്ച്ചെടുക്കാം. ഇതേ ഷൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടാൽ മതി. ഇനി ഈ ഷൂവിന് എന്തെങ്കിലും വർക്ക് ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. 2 കളറിലുള്ള മെറ്റീരിയലാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സെങ്കിൽ ഇതുപോലെ 2 കളറിൽ തന്നെ ഷൂവും ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.